അങ്ങനെ ബി ജെ പിക്കെതിരെ കൊട്ടിഘോഷിച്ചു കൊണ്ടുവന്ന ഇന്ത്യ സഖ്യം ഓൾമോസ്റ്റ് തകർന്നിരിക്കുകയാണ്. തകർത്തത് ആരാണ്, എങ്ങനെയാണെന്നൊക്കെ വീഡിയോ കണ്ടതിന് ശേഷം പ്രേക്ഷകർ തന്നെ ഉചിതമായിട്ട് ചിന്തിക്കുക. നിങ്ങൾക്ക് അറിയാമെന്ന് ഞാൻ വിചാരിക്കുന്നു. സോ ഇന്ത്യ സഖ്യത്തിലെ പ്രധാന കക്ഷികൾ ആരൊക്കെയാണ്? ഒന്ന് നമ്മുടെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ്. ഇന്ത്യ സഖ്യത്തിൽ അവരിപ്പോഴും അവിടെ തന്നെയുണ്ട്. രണ്ടാമത്തെ പ്രധാനപ്പെട്ട ഒരു പാർട്ടിയാണല്ലോ നമ്മുടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ, CPIM. CPM അതിലെ പ്രധാനപ്പെട്ട ഒരു പാർട്ടിയാണ്. പക്ഷേ കേരള രാഷ്ട്രീയത്തിലെ സാഹചര്യം കൊണ്ട് തന്നെ നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. ദേശീയ തലത്തിൽ ഇനി കോൺഗ്രസും CPM-ഉം സഹകരിക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. കാരണം കേരളത്തിനകത്തു അത്രത്തോളം തർക്കങ്ങൾ പാർട്ടിക്കിടയിൽ ഉണ്ടായിക്കഴിഞ്ഞു. വലിയ രീതിയിലുള്ള രാഷ്ട്രീയ തർക്കങ്ങൾ നേരത്തെ തന്നെ നിലനിന്നിരുന്നു. INDA മുന്നണി എന്നൊക്കെ പറയുമ്പോൾ തന്നെ ദേശീയ തലത്തിൽ CPM അതിനോട് കാര്യമായിട്ട് സഹകരിച്ചിരുന്നില്ല എന്ന് നമുക്ക് കാണാൻ കഴിയും. ഇനി അത് കൂടുതൽ ശക്തമായിട്ട് പോകാനുള്ള സാധ്യതയില്ല. കാരണം ദേശീയ തലത്തിൽ കോൺഗ്രസുമായി സഹകരിക്കുകയാണെങ്കിൽ സംസ്ഥാനത്ത് തിരിച്ച് അധികാരത്തിൽ വരാനുള്ള CPIM-ന്റെ സാധ്യത ഇല്ലാതാകുമെന്ന് അവർക്ക് നന്നായിട്ടറിയാം. അപ്പോൾ അതുകൊണ്ട് തന്നെ INDA മുന്നണിയിൽ ഇനി CPM-ന്റെ സാന്നിധ്യം വളരെ കുറവായിരിക്കും. ഒരുപക്ഷെ തീർത്തും ഇല്ലാതാവാനുള്ള സാധ്യത നിലനിൽക്കുന്നുണ്ട്. രണ്ടാമത്തെ പ്രധാനപ്പെട്ട ഒരു പാർട്ടിയാണല്ലോ SP എന്ന് പറയുന്ന സമാജ്വാദി പാർട്ടി. ഉത്തർപ്രദേശിലെ പ്രബല കക്ഷിയാണ്. അവരിപ്പോഴും ഈ INDA മുന്നണിയുടെ ഭാഗമായിട്ടൊക്കെ ഉണ്ടെങ്കിലും ഉത്തർപ്രദേശ് രാഷ്ട്രീയത്തിൽ ഏറെക്കുറെ അപ്രസക്തമായി മാറുകയാണ് SP-യും. എന്തായാലും നിലവിൽ പരസ്യമായിട്ട് ഇന്ത്യ മുന്നണി വിട്ടുപോകുന്നതുമായി ബന്ധപ്പെട്ടുള്ള യാതൊരു നിലപാട് എടുക്കാത്തതുകൊണ്ട് SP-യെ തൽക്കാലം നമുക്ക് INDA മുന്നണിയുടെ കൂടെ തന്നെ കൂട്ടാം. ഇനി അടുത്തൊരു പ്രധാനപ്പെട്ട പാർട്ടിയായിരുന്നു നമ്മുടെ വെസ്റ്റ് ബംഗാളിന്റെ മമതാ ബാനർജിയുടെ പാർട്ടി തൃണമൂൽ കോൺഗ്രസ്. തൃണമൂൽ കോൺഗ്രസ് ഇനി എങ്ങനെയാണ് INDA മുന്നണിയുടെ ഭാഗമായിട്ട് സഹകരിക്കുക? മോദിയും മമതാ ബാനർജിയും ഒരുപോലെയാണെന്നൊക്കെയാണ് രാഹുൽ ഗാന്ധി അവിടെ പോയി പ്രസംഗിച്ചത്. ശക്തമായിട്ട് മമതാ ബാനർജി എതിർത്തുകൊണ്ട് അവിടെ സംസാരിച്ചു. തൃണമൂൽ കോൺഗ്രസ് ഒറ്റ പാർട്ടി കാരണമാണ്, ജനങ്ങളുടെ കഷ്ടപ്പാട് കാരണമാണ് BJP അവിടെ വളരുന്നത്, ജയിച്ചു കയറുന്നത് എന്ന് വരെ രാഹുൽ ഗാന്ധി അവിടെ പോയി പറഞ്ഞു. അപ്പം അതുകൊണ്ട് തന്നെ ഇനി മമതാ ബാനർജി എങ്ങനെയാണ് കോൺഗ്രസുമായി സഹകരിക്കാനുള്ള സാധ്യതയുള്ളത്? വളരെ കുറവാണ്. മാത്രമല്ല നേരത്തെ തന്നെ ഇന്ത്യ മുന്നണി എന്നൊക്കെ കൊട്ടിഘോഷിക്കുമ്പോഴും അങ്ങനെ ആഴത്തിലുള്ള സഹകരണമൊന്നും അവിടെ ഇല്ല. നമ്മൾ മുന്നണി സമവാക്യങ്ങളെ കുറിച്ച് സംസാരിക്കുമ്പോൾ കേരളത്തിൽ നമുക്കിപ്പോൾ ഉദാഹരണത്തിന് UDF എടുക്കാം. UDF വളരെ ശക്തമായ മുന്നണി സംവിധാനത്തിൽ പ്രവർത്തിക്കുന്ന ഒരു സംവിധാനമാണ് കേരളത്തിൽ. ഉദാഹരണത്തിന് മുസ്ലിം ലീഗ്, കോൺഗ്രസ് അല്ലെങ്കിൽ കേരള കോൺഗ്രസിലെ ചില പാർട്ടികൾ, ഇവരൊക്കെ തമ്മിൽ വളരെ നല്ല ഐക്യം ഇവിടെയുണ്ട്. പരസ്പരം ആലോചിച്ച് തീരുമാനങ്ങൾ എടുക്കുന്ന ഒരു സാഹചര്യം. INDA മുന്നണിയിൽ എവിടെയാണ് ഐക്യമുള്ളത്? തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ഓരോരുത്തരും അവരവരുടെ തോന്നിയ രീതിയിൽ തെരഞ്ഞെടുപ്പിനെ നേരിടുക എന്നതൊക്കെയാണ് നമ്മൾ മുമ്പ് കണ്ടിട്ടുള്ളത്. അപൂർവം ചില തെരഞ്ഞെടുപ്പുകളിൽ മാത്രമാണ് ഇവർ ഒന്നിച്ചു നിന്നിട്ടുള്ളത്. അത് മാറ്റി നിർത്തിക്കഴിഞ്ഞാൽ ഈ ഐക്യമൊക്കെ വെറും കടലാസിൽ ഒതുങ്ങുന്ന ഒന്ന് മാത്രമായിരുന്നു. ഇനിയിപ്പോൾ അതുകൂടി ഉണ്ടാവില്ല എന്നതാണ് വെസ്റ്റ് ബംഗാളിന്റെ സാഹചര്യങ്ങളിൽ നിന്ന് മനസ്സിലാവുന്നത്. തൃണമൂൽ കോൺഗ്രസ് ഏറെക്കുറെ വെസ്റ്റ് ബംഗാളിൽ നിന്ന് മാഞ്ഞു പോവുകയാണ്, അല്ലെങ്കിൽ അത് ഓൾമോസ്റ്റ് അതിന്റെ കാര്യം അവിടെ കഴിഞ്ഞു എന്ന് തന്നെ പറയാം. ദേശീയ തലത്തിൽ ഇനി അവർക്ക് വലിയൊരു പ്രസക്തിയൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല. പിന്നെ ഉള്ള ഇപ്പോഴത്തെ ഒരു പ്രധാനപ്പെട്ട പാർട്ടിയാണ് വിജയുടെ TVK INDA മുന്നണിയുടെ ഭാഗമായി വന്നിട്ട് ദേശീയ തലത്തിൽ BJP എതിർക്കാനുള്ള ധൈര്യം കാണിക്കുമോ എന്നത് ഇനി കാണേണ്ട കാര്യമാണ്. തൽക്കാലം അവർ മുന്നണിയുടെ ഭാഗമല്ല. പിന്നെ ഉള്ള പൊളിറ്റിക്കൽ പാർട്ടിയാണ് DMK. കുലംകുത്തി, ഞങ്ങളെ പിന്നിൽ നിന്ന് കുത്തി, കൂടെ നിന്ന് കാലുവാരി, ചതിച്ചു, വഞ്ചിച്ചു എന്നൊക്കെ ഇപ്പോൾ കോൺഗ്രസിനെ അലമുറയിട്ട് തെറി വിളിച്ചുകൊണ്ടിരിക്കുകയാണ് DMK-ക്കാര് തമിഴ്നാട്ടിൽ. അതായത് കോൺഗ്രസ് TVK-ക്ക് പിന്തുണ പ്രഖ്യാപിച്ചതാണ് അവരെ പ്രകോപിപ്പിച്ചത്. കുലംകുത്തികളെന്ന് വിളിച്ചു. പരോക്ഷമായിട്ട് രാഹുൽ ഗാന്ധിയെ പപ്പു എന്ന് വരെ അവരുടെ സ്പോക്ക് പേഴ്സൺ ട്വീറ്റ് ചെയ്തു. അപ്പോൾ ഇങ്ങനെയൊക്കെ അധിക്ഷേപിച്ച് നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ DMK എങ്ങനെയാണ് ആത്മാഭിമാനത്തെ പണയപ്പെടുത്തിക്കൊണ്ട് ഇനി INDA മുന്നണിയുടെ ഭാഗമായിട്ട് തുടരുക? സാധ്യത വളരെ കുറവാണ്. അഥവാ തുടർന്നാൽ തന്നെ, പേരിന് ഇനിയിപ്പോൾ തുടർന്നു എന്ന് തന്നെ കരുതുക, പക്ഷെ പഴയ ഐക്യത്തിന്റെ യാതൊരു സാധ്യതകളും ഇനി ഉണ്ടാവില്ല. കാരണം DMK-ക്കും കോൺഗ്രസിനും ഇടയിൽ വലിയൊരു വിള്ളൽ ഇതിനോടകം തന്നെ വീണ് കഴിഞ്ഞു. അപ്പോൾ ഇന്ത്യ മുന്നണി ഓൾമോസ്റ്റ് ദുർബലമായി കഴിഞ്ഞു. പ്രധാന പാർട്ടികളായിട്ടുള്ള തൃണമൂൽ കോൺഗ്രസ് ഇല്ല, DMK ഇല്ല, CPIM ഇല്ല. പിന്നെ ആകെ ഉള്ളത് ഇപ്പോൾ SP ആണ്. SP-ക്ക് അധികാരമില്ലാത്തതുകൊണ്ട് ഓൾറെഡി സമാജ്വാദി പാർട്ടി ഒരു ദുർബലമായ അവസ്ഥയിലാണ് ഉള്ളത്. ശിവസേന, ഉദ്ധവ് താക്കറെ വിഭാഗമുണ്ടെങ്കിലും അവർക്ക് മഹാരാഷ്ട്രയിൽ ഒരു പ്രസക്തിയുമില്ല. അതുകൊണ്ട് തന്നെ ഇന്ത്യ മുന്നണിയിൽ അവരുടെ സാന്നിധ്യം യാതൊരു തരത്തിലുള്ള ഇമ്പാക്റ്റും ഉണ്ടാക്കുന്നില്ല. അതുപോലെ തന്നെ RJD, ബീഹാർ രാഷ്ട്രീയത്തിൽ നിന്ന് ഏറെക്കുറെ അസ്തമിച്ചു പോയിരിക്കുന്നു RJD. അവർക്കും ഈ പറയുന്ന INDA മുന്നണിയിൽ വലിയ പ്രസക്തിയില്ല. പിന്നെ അങ്ങനെ കുറേയേറെ പാർട്ടികളൊക്കെ അതിനകത്ത് ഇനിയും ഉണ്ടെങ്കിലും മേജർ പാർട്ടികൾ എന്ന നിലയ്ക്ക് നമുക്കറിയാവുന്ന പൊളിറ്റിക്കൽ പാർട്ടികൾ എന്ന് പറയുന്നത് പ്രധാനമായിട്ട് DMK ആയിരുന്നു, തൃണമൂൽ കോൺഗ്രസ് ആയിരുന്നു, CPIM ആയിരുന്നു. ഈ പാർട്ടികൾ തന്നെ ഏറെക്കുറെ അതിൽ നിന്ന് വിട്ടുപോകുന്നൊരു സാഹചര്യത്തിൽ, ഈ പാർട്ടികൾ ദുർബലമാകുന്ന സാഹചര്യത്തിൽ ഇന്ത്യ മുന്നണി എന്ന് പറയുന്ന തട്ടിക്കൂട്ട് സംഘടനയുടെ അസ്തമയമാണ് നമ്മൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതായത് BJP-ക്കെതിരെ ഇപ്പോൾ ഭയങ്കരമായിട്ട് വലിയ രീതിയിൽ മുന്നേറ്റമുണ്ടാക്കും എന്ന് കൊട്ടിഘോഷിച്ചുകൊണ്ട് മാധ്യമങ്ങൾ വലിയ പ്രചാരണം നടത്തിയ INDA മുന്നണി ഇനി അധികകാലം ആ രൂപത്തിൽ ഉണ്ടാവില്ല. ഓരോരുത്തരായി കൊഴിഞ്ഞു പോകാൻ പോകുന്നു എന്നത് ഏറെക്കുറെ ഇപ്പോൾ വ്യക്തമാവുകയാണ്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.